ഇപ്പോൾ മദ്ഹബിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നബീൻ്റെ കാലത്ത് മദ്ഹബൊന്നും ഉണ്ടായിട്ട. പക്ഷേ നബീൻ്റെ ഉമ്മത്തിൽ 4 മദ്ഹബിൽ ഒരു മദ്ഹബിൽ വിശ്വസിക്കൽ നിർബന്ധമായി. ഇത് നബീൻ്റെ കാലത്ത് മദ്ഹബൊന്നും ഉണ്ടായിട്ടെന്ന് നമുക്കറിയൂ. പക്ഷേ നബി ചെയ്ത കാര്യങ്ങളെ 4ആയിട്ട് ക്രോഡീകരിച്ചതാണ് 4 പണ്ഡിതന്മാർ. നബി 4 കാര്യങ്ങൾ ഒരേ കാര്യത്തെ 4ആയിട്ട് ചെയ്തതാ അല്ലെങ്കിൽ പണ്ഡിതന്മാർ അത് കണ്ടിട്ട് 4ആയിട്ട് വിവരിച്ചതാന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് സാധാരണ മനുഷ്യന്മാർക്ക് അതിനെക്കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നത്. അപ്പോൾ ഈ സാധാരണ മനുഷ്യന്മാർക്ക് 4 മദ്ഹബിലും വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. ഇപ്പോൾ 4ലും വിശ്വസിച്ചെങ്കിൽ തന്നെ ഏറ്റവും അറ്റത്തെത്തി നിൽക്കുന്നത് നിബിധങ്ങളിലേക്ക് തന്നെയാണ്. അപ്പോൾ മദ്ഹബിനെ കുറിച്ചിട്ട് ശരിക്കും ഒന്ന് സാറ് വിശദീകരിച്ച് തരണം. ഫഹ്മിയ ചോദിച്ചത് 4 മദ്ഹബുകളെ കുറിച്ചാണ്. 4 മദ്ഹബിൻ്റെ ആവശ്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ഒന്നല്ലേ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളൂ, അതങ്ങനെ കാലങ്ങൾക്ക് ശേഷം 4 എണ്ണമായി എന്നതാണ് ഫഹ്മിയുടെ ചോദ്യം. ഇതിൽ നമ്മൾ വളരെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് സ്വഹാബാക്കൾ വരും. നബി തങ്ങളോട് ചോദിക്കും, നബിയെ അഫ്ളലുൽ അഅമാൽ അയ്യുൽ അഅമാലി അഫ്ളൽ, അല്ലെങ്കിൽ അയ്യുൽ അമലി അഫ്ളൽ, ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ എന്ന് ചോദിക്കും. അപ്പോൾ നബി തങ്ങൾ ചില ആളുകളോട് പറയും മാതാപിതാക്കളെ പരിപാലിക്കലാണെന്ന് പറയും. പിന്നെ വേറൊരാൾ വരും, അപ്പോൾ അയാളോട് ചോദിക്കും ഏതാണ് ഏറ്റവും നല്ല അഫ്ളലായ അമൽ ഏതാണ്? അയാളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും നോമ്പ് നോക്കലാണ്. വേറൊരാൾ വരുമ്പോൾ അയാളോട് പറയും തഹജ്ജുദ് നിസ്കരിക്കലാണ്. വേറൊരാൾ പറയും അസ്സലാത്തു ഫി അവ്വലി വക്തിഹ, ആദ്യത്തെ സമയത്ത് നിസ്കരിക്കലാണ്. ചോദ്യമൊക്കെ ഒന്നാണ്, ഉത്തരം ഡിഫറൻ്റാണ് അല്ലേ? ചില ആൾ പറയും ഉമ്മയെ പരിപാലിക്കണം, ചില ആൾ പറയും യുദ്ധം ചെയ്യാൻ പോകണം, ചില ആളോട് പറയും സ്വതക്ക ചെയ്യണം. ചോദ്യം ഒന്നാണ്, എന്താണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ? മറുപടി ഡിഫറൻ്റാണ്. അപ്പോൾ ഈ കേൾക്കുന്ന സ്വഹാബാക്കൾ, ഇപ്പോൾ നെഹനയോട് ചോദിച്ചപ്പോൾ നെഹനോട് പറഞ്ഞ് നീ ഉമ്മാനെ പരിപാലിക്കണം. എന്നിട്ട് നെഹന അങ്ങോട്ട് പോയി പയ്യോളി പോയി. പയ്യോളി നെഹനാട് ഓക്കെ. എന്നിട്ട് നെഹന പയ്യോളിൽ ജീവിക്കുകയാണ്. ഫാത്തിമ ചോദിച്ചു ഏതാണ് ഏറ്റവും നല്ല അമൽ? ഫാത്തിമയോട് പറഞ്ഞു തഹജ്ജുദ് നിസ്കരിക്കണം. ഫാത്തിമ കണ്ണൂർ പോയി. അടുത്തായിട്ട് നമ്മുടെ സഫീറയോട് ചോദിച്ചു ഏതാണ് ഏറ്റവും നല്ല അമൽ? സഫീറയോട് പറഞ്ഞു സമയമാകുമ്പോൾ നിസ്കരിക്കണം, അവ്വൽ വക്തിൽ നിസ്കരിക്കണം. സഫീറ ലക്ഷദ്വീപിലാണ്. സഫീറ ലക്ഷദ്വീപിൽ പോയി. ലക്ഷദ്വീപിൽ ഏത് ദ്വീപാണ്? കിൽത്താൻ ദ്വീപ്. കിൽത്താൻ ദ്വീപിലാണ് സഫീറ. പിന്നെ കാസർഗോഡ് ബോംബെയിൽ അലിബാഗ് ഷുഹൈമ ചോദിച്ചു ഏതാണ് ഏറ്റവും നല്ല അമൽ? ഷുഹൈമയോട് പറഞ്ഞു സ്വതക്ക ചെയ്യണം, സാമൂഹിക സേവനം ചെയ്യണം. കാരണം ഷുഹൈമയുടെ ഉപ്പ ഒരു സോഷ്യൽ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ സാമൂഹിക സേവനം ചെയ്യണമെന്ന് ഷുഹൈമ എന്നിട്ട് ബോംബെയിൽ അലിബാഗിൽ പോയിട്ട് ജീവിക്കുന്നു. അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആമിനയുടെ തൃശ്ശൂർ ആമിന ചോദിച്ചപ്പോൾ ആമിനയോട് പറഞ്ഞു ഹജ്ജ് ചെയ്യണം. ഓക്കെ. എന്നിട്ട് ആമിന തൃശ്ശൂർ പോയി, തൃശ്ശൂരിൽ ജീവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഡിഫറെൻ്റ്. ഇപ്പോൾ തൃശ്ശൂരിൽ ആമിനായി, കിൽത്താൻ ദ്വീപിൽ സഫീറയായി, ബോംബെയിൽ ഷുഹൈമയായി, പിന്നെ ആരാ ചോദിച്ച് കണ്ണൂർ ഫാത്തിമയായി, പയ്യോളിയിൽ നെഹനയായി. ബാക്കി എല്ലാവരും കാസർഗോഡാരല്ലേ? ഇത്ര ആളുകൾ ഓരോ നാട്ടിലും ജീവിക്കാൻ തുടങ്ങി. സ്വാഭാവികമായിട്ട് തൃശ്ശൂരെത്തുന്ന നമ്മുടെ ആമിന നാട്ടിൽ എല്ലാവരോടും പറയും ഏറ്റവും നല്ല അമൽ ഹജ്ജ് ചെയ്യലാണെന്ന് പറയും. ഇവർ പോയിട്ട് നെഹന പറയും ഏറ്റവും നല്ല അമൽ നോമ്പോക്കലാണെന്ന് പറയും. ഇവർ പറയും തഹജ്ജുദ് നിസ്കരിക്കലാണ്, അവർ പറയും ചാരിറ്റിയാണ്. പിന്നെ കുറേ കാലത്തിന് ശേഷം യാത്രകൾ തുടങ്ങി, കച്ചവടം തുടങ്ങി, ട്രേഡ് തുടങ്ങി. ഓക്കെ. അപ്പോൾ കച്ചവട ആവശ്യാർത്ഥം നാട് നീളെ യാത്ര ചെയ്യുമ്പോൾ ആമിന അങ്ങോട്ടെത്തി, ലക്ഷദ്വീപിലേക്ക് എത്തി. കച്ചവടത്തിന് വേണ്ടി പോയതാണ് ആമിന. അപ്പോൾ ആമിനയും സഫീറയും കണ്ടുമുട്ടുന്നു. അപ്പോൾ ആമിന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആമിന ഒരു ഫോളോവറാണ്, സഫീറ ഒരു ഫോളോവറാണ്. ഇങ്ങനെ കണ്ടുപിട്ടിയ കഥകളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്നോട് അങ്ങനെയാണോ? അപ്പോൾ അവിടെയൊക്കെ ഏറ്റവും നല്ല അഫ്ളലായ അമൽ എന്നുള്ളത് എന്താണ്? നോമ്പോക്കലാണ്.
ആമിനാൻ്റെ നാട്ടിലാണെങ്കിൽ ഹജ്ജ് ചെയ്യലാണ്. അപ്പോൾ ഒരു എന്ത് വന്നു അവിടെ ചെറിയൊരു വൈരുദ്ധ്യം വന്നു, കോൺട്ര. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 1,00,000 ചില്ലാനും സ്വഹാബാക്കളുണ്ട്. 1,00,000 ചില്ലാനും സ്വഹാബാക്കളുണ്ട്. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരാണ്, ഖുർആൻ പഠിച്ചവരാണ്, ഹദീസ് പഠിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനും സഞ്ചരിക്കണം, ഇസ്ലാമിൻ്റെ ഈ ഒരു വെളിച്ചം ലോകമൊത്തെത്തിക്കണം. അങ്ങനെ അവർ യാത്ര ചെയ്യാൻ തുടങ്ങി, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവരവർ മനസ്സിലാക്കിയ ദീനുമായിട്ട് അവർ പ്രവർത്തിക്കാൻ തുടങ്ങി, കൂടെയുള്ള ആളുകളെ പഠിപ്പിക്കാൻ തുടങ്ങി. ഏതുപോലെ? ഇതൊരു ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് ഞാൻ ക്ലാസ് എടുക്കും. പിറ്റേ ദിവസം വന്ന് ഇതേ പാഠപുസ്തകം നജം മാം ക്ലാസ് എടുക്കും. പിറ്റേ ദിവസം വന്ന് ഇതേ പാഠപുസ്തകം റാഷി സർ ക്ലാസ് എടുക്കും. പിറ്റേ ദിവസം വന്ന് ഇതേ പാഠപുസ്തകം അനീഫ് ഉദവിയും ക്ലാസ് എടുക്കും. 4 ആളുകളുടെ ക്ലാസ്സും ഡിഫറെൻ്റ് ആയിരിക്കും. ചാപ്റ്റർ ഒന്നാണ്, പുസ്തകം ഒന്നാണ്, ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ അവതരണം, പോയിന്റ്സ് എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫോളോ ചെയ്യുന്ന നിങ്ങളിൽ ഇത്ര ആളുകൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ പഠിച്ചത് നിങ്ങൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും, അവർ പഠിച്ച വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ, മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളുടെ കാലത്ത് ഏകദേശം കുറേ ആളുകളുണ്ടായി. ഏകദേശം അബൂ ഹനീഫ ഇമാം ജനിക്കുന്നത് 767-ലാണ്. 767-ലാണ് വഫാത്താകുന്നത്. ജനിക്കുന്നത് 699-ലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായത് എപ്പോഴാണ്? 632. 632-ലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്നത്. ആനായ അബൂ ഹനീഫ ഇമാം ജനിക്കുന്നത് 699-ലാണ്. അപ്പോൾ എത്ര വർഷത്തെ ഇതുണ്ട്, ഗ്യാപ്പ് ഉണ്ട്? 632-ന്നും 699-ലേക്ക് എത്തുമ്പോൾ 70 വർഷത്തെ ഗ്യാപ്പുണ്ട്. അതേപോലെ തന്നെ അടുത്ത ഇമാമാണ് നമ്മുടെ മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു. അവർ ജനിക്കുന്നത് 711-ലാണ്. ഇമാം ഷാഫി തങ്ങൾ ജനിക്കുന്നത് 767-ലാണ്. അതേപോലെ തന്നെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ജനിക്കുന്നത് 780-ലാണ്. ഓക്കെ, 699 മുതൽ ഒരു 100 വർഷത്തെ കാലയളവിലാണ് ഈ 4 പണ്ഡിതന്മാർ വരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിൻ്റെ ശേഷം 630 മുതൽ 150 വർഷത്തിനുള്ള കാലയളവിനിടയിൽ ഒരുപാട് സഹാബാക്കൾ അവർ മനസ്സിലാക്കിയതും അവർ കണ്ടതും പ്രവർത്തിക്കാൻ തുടങ്ങി. ഒരുപാട് മദ്ഹബുകൾ അന്നുണ്ട്. ഉദാഹരണം, ഒരാൾ ഇമാമിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ പിന്നിലേക്ക് നിസ്കരിക്കുക. അപ്പോൾ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകെട്ടിയത് ഇവിടെയായിട്ട് കാണും, ഇവിടെ കൈകെട്ടിയത് അവർ നേരിട്ട് കാണും. എന്നാൽ ഒരു 4-5 സഫ് ബാക്കിലുള്ള ഒരു സഹാബി, അയാൾ കുറേ കാലം ജീവിച്ചിട്ടില്ല, അങ്ങ് പേർഷ്യന്നോ റോമെന്നോ അല്ലെങ്കിൽ ഇറാഖെന്നോ ഇറാനെന്നോ എവിടെ നിന്നും വന്ന ഒരു സഹാബി, കുറച്ച് കാലം അവിടെ ഉണ്ടായിട്ട് റസൂലുള്ളാഹിനെ കണ്ടിട്ട് പിന്നെ യുദ്ധത്തിന് അങ്ങോട്ട് പോയി വേറെ നാട്ടിൽ ജീവിച്ചു. അവർ കുറേ പിന്നിൽ നിസ്കരിച്ചാണ്. അവർ കൈ കെട്ടിയത് കണ്ടിട്ടില്ല, പിന്നിലാണ് നിസ്കരിച്ചത്. ഇതിന് റിട്ടേൺ ആയിട്ടുള്ള ഹദീസുകളൊന്നുമില്ല, നിസ്കാരത്തെ കുറിച്ചിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള രേഖകളൊന്നുമില്ല. പിന്നെ നിസ്കരിച്ചു. അവർക്ക് റസൂലുള്ളാഹി കൈ കെട്ടിയത് കണ്ടില്ല. അപ്പോൾ അവരെന്താ നാട്ടിൽ പോയിട്ട് എങ്ങനെ നിസ്കരിക്കുക? കൈ കെട്ടാതെയാണ് അവർ നിസ്കരിക്കുക. മറ്റാൾ നിസ്കരിക്കുക, കൈ കെട്ടിയതാണ് നിസ്കരിക്കുക. ഓക്കെ. ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മുഴുവനായിട്ട് തടവും. ഇതൊരു സഹാബി കാണും. ചില സ്ഥലത്ത് റസൂലുള്ളാഹി മുഴുവനായി തടവൂല, കുറച്ചേ തടവുള്ളൂ തല. അപ്പോൾ ഇതൊരു സഹാബി കാണും. അപ്പോൾ ഈ മുഴുവൻ തടവിയ ആൾ പോയിട്ട് എന്താ പറയുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല തടവിയത് ഇങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് കണ്ടത്. ഒരു തവണ മാത്രം പ്രവാചകൻ ചിലപ്പോൾ തടയിട്ടുണ്ടാവും. അത് കണ്ട ആൾ എന്താ പറയാ? റസൂലുള്ളാഹി കുറച്ചേ തടവിട്ടുള്ളൂ. മനസ്സിലായോ? കുറച്ചേ തടവിട്ടുള്ളൂ. ഇവരും വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ പോകും, ഇവരിതിങ്ങനെ പഠിപ്പിക്കും. പിന്നെ അതിനുശേഷമാണ് ആര് വന്നു? ഒരുപാട് മദ്ഹബുകൾ അന്നുണ്ട്. ഈ 4 മദ്ഹബായി ചുരുങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ മദ്ഹബുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ മദ്ഹബുകളായിട്ട് പോയാൽ ഇസ്ലാമിൻ്റെ തനതായ ആ സത്ത നഷ്ടപ്പെടും എന്ന് മനസ്സിലായി. ചിന്ന ഭിന്നമായി പോകും. ഇസ്ലാമിൻ്റെ ആശയങ്ങൾ 100 കണക്കിന് 200 കണക്കിന് ആളുകൾ വ്യത്യസ്തമായ ശൈലിയിൽ തുടർന്നാൽ ഇസ്ലാമിൻ്റെ ഒരു ഐഡന്റിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്ന് പണ്ഡിതന്മാർ മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അന്നത്തെ ഏറ്റവും വലിയ അബൂ ഹനീഫ ഏറ്റവും വലിയ പണ്ഡിതൻ, 10 ലക്ഷത്തോളം ഹദീസുകൾ മനപ്പാടം, ഖുർആൻ മനപ്പാടം. ഇമാം ഷാഫി തങ്ങൾ 10 ലക്ഷം ഹദീസ് മനപ്പാടം, ഖുർആൻ മനപ്പാടം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടം, ഖുർആൻ മനപ്പാടം. അന്നത്തെ നിലവിലുള്ള വലിയ പണ്ഡിതന്മാർ. ഇവരൊരുപാട് സ്വഹാബാക്കളെ കണ്ട് അവരിൽ നിന്ന് പഠിച്ച്, ഹദീസുകളിൽ നിന്ന് പഠിച്ച് എന്തായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകെട്ടിയത് എങ്ങനെയായിരിക്കും അവർ വിശദമായി പഠിച്ചു.
അതിൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് കിട്ടിയ രേഖകളും ഹദീസുകളും വെച്ച് അവർ ക്രോഡീകരിച്ചു. ഷാഫിഈ തങ്ങൾക്ക് കിട്ടിയ ഹദീസുകളും പിന്നെ അനുഭവങ്ങളും സ്വഹാബാക്കളിൽ നിന്നുള്ള സംസാരങ്ങളും എല്ലാം കേട്ടിട്ട് അവരൊന്ന് ക്രോഡീകരിച്ചു. അങ്ങനെ 4 മദ്ഹബുകളാക്കി ഈ 100 കണക്കിന് മദ്ഹബുകളെ ചുരുക്കാണ് ചെയ്തത്. ചുരുക്കിയതിനു ശേഷം ഇവരേറ്റവും വിശ്വാസയോഗ്യരായ പണ്ഡിതന്മാരായതുകൊണ്ടും ഏറ്റവും നിപുണരായ പണ്ഡിതന്മാരായതുകൊണ്ട് തന്നെ എന്തായി, ഈ 4 മദ്ഹബിൽ ഏതെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണമെന്ന് കർശനമായ നിയമം വന്നു. പിന്നെ എന്തുകൊണ്ടാണ്, ഇനി ഓരോ ആളുകൾ ഇജ്തിഹാദ് ചെയ്താൽ ഇനി ഒരുപാട് മദ്ഹബുകൾ ഉണ്ടാവും, അതുകൊണ്ട് ഇസ്ലാമിന്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ടാണ് 4 മദ്ഹബുകളിൽ ഈ മദ്ഹബുകൾ ചുരുങ്ങാൻ കാരണം. ചില റസൂലുള്ളാഹി തങ്ങൾ ചില സമയത്ത് നിന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്, ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇരുന്നിട്ടേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ, വെള്ളം ഇരുന്നിട്ടേ കുടിക്കാൻ പാടുള്ളൂ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇരുന്ന് കുടിക്കണം, സുന്നത്താണ്. പക്ഷെ ചില സമയത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിന് നിന്ന് കുടിച്ചു? അവിടെ ഇരിക്കാൻ സാഹചര്യം ഉണ്ടാവില്ല, ഇരിക്കാൻ അവിടെ സൗകര്യം ഉണ്ടാവില്ല. ചില സമയത്ത് നമുക്ക് വെള്ളം കിട്ടി, ഇരിക്കാൻ സൗകര്യമില്ല, അപ്പം നമ്മൾ വെള്ളം കുടിക്കണ്ടേ, ഇരിക്കുന്ന തേടിപ്പോയാൽ സ്ഥലം ഉണ്ടാവില്ലല്ലോ, നിന്ന് കുടിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നിന്ന് കുടിക്കാം എന്ന് വെച്ചാൽ എപ്പോഴും നിന്ന് കുടിക്കാന്നല്ല. അപ്പൊ ചിലപ്പോൾ നബിതങ്ങൾ നിന്ന് കുടിക്കുന്നത് ചില ആളുകൾ കാണും. ആ കണ്ടവർ റസൂലുള്ളാഹി നിന്ന് കുടിച്ചു എന്ന് പറഞ്ഞിട്ട് ഹദീസ് രേഖപ്പെടുത്തും. അപ്പൊ നിന്ന് കുടിക്കൊണ്ട് കുഴപ്പമില്ല എന്ന് ചില ആൾ പറയും. അപ്പൊ വേറെ ചില ആൾ ഞാൻ റസൂലുള്ളാഹി നിന്ന് കുടിക്കുന്നത് കണ്ടിട്ടേ ഇല്ല, അപ്പൊ അവർ കർശനമായിട്ട് നിന്ന് കുടിക്കുന്നതിനെ എതിർക്കും. എന്തുകൊണ്ട്? റസൂലുള്ളാഹി നിന്ന് കുടിക്കുന്നവർ കണ്ടിട്ടേ ഇല്ല. ഈ 23 വർഷത്തെ കാലയളവിൽ പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകനെ കണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മനപ്പാടാക്കിയ സ്വഹാബാക്കൾ അവര് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ വ്യത്യസ്തമായൊരു ശൈലിയിലേക്ക് എത്തുമ്പോൾ ഇതിങ്ങനെ വിശാലമായി ഒരുപാട് മദ്ഹബുകൾ ഉണ്ടായ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി 4 മദ്ഹബുകൾ ക്രോഡീകരിക്കുകയാണ് ചെയ്തത്. ഇനി ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരിക്കൽ കുറച്ച് സ്വഹാബാക്കൾ അങ്ങോട്ട് പോയി, യുദ്ധത്തിന് യാത്ര പോയി തിരിച്ചു വരാൻ. അതിൽപ്പെട്ട ഒരാൾക്ക് പനി വന്നു, ശക്തമായ പനി വന്നു. അങ്ങനെ പനി, ഇപ്പോൾ സ്ഥിരം പനി വരുന്ന ആളല്ലേ നമ്മളെ സുൽഫ, ഇവിടെ എപ്പോഴും പനി വരുന്ന ആൾ, സ്ഥിരമായിട്ട് പനി വരുന്ന ഒരാളല്ല സുൽഫാക്കൽ. എപ്പോഴും പനി വരുന്നു അല്ല, സ്ഥിരം പനി വരുന്ന ആരും ഉണ്ടല്ലോ ഇവിടെ, സൈനബിന് കാണുന്നില്ല, സൈനബ് വന്നില്ലല്ലേ? ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് പനി വന്നു. ആ പനി വന്നപ്പോൾ അവിടെ അയാൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നസ്ഖലനം എന്ന് വെച്ചാൽ ജനാപത്തുകാരനെ കുളിക്കൽ നിർബന്ധമാണ്. അപ്പോൾ രാത്രി ഉറങ്ങുമ്പോൾ അയാൾക്ക് സ്വപ്നസ്ഖലനം ഉണ്ടായി, രാവിലെ കുളിക്കണം. പനിയാണെങ്കിൽ അസഹനീയമായ പനി, നല്ല തണുത്ത സമയം, സീസൺ വിൻ്ററാണ്, തണുത്ത കാലഘട്ടമാണ്. അപ്പോൾ ഈ സമയത്ത് തണുത്ത വെള്ളത്തിൽ കുളിച്ചിട്ട് സുബഹി നിസ്കരിക്കണം, കുളി നിർബന്ധമായ സ്വഹാബിയാണ്. അപ്പോൾ കൂടെ ഉള്ള ആളോട് ചോദിച്ചു, എന്താ ചെയ്യുക, പനിയുണ്ട്, തണുത്ത വെള്ളമാണ്, കുളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെയുള്ള ആളുകൾ കർശനമായിട്ട് പറഞ്ഞു, എന്ത്, നിർബന്ധമായിട്ടും കുളിക്കണം, കുളിക്കാതെ അങ്ങനെ നിസ്കരിക്കാം. ജനാപത്തുകാരന്, ഒരു അയലുകാരി കുളിച്ചാലേ നിസ്കാരം അനുവദനീയാവും. അതേപോലെ കുളിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. വേറെ ചില ആളുകൾ കുളിച്ചില്ല കുഴപ്പമില്ല, തയമ്മും ചെയ്താലെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ഭൂരിഭാഗം ആളുകൾ എന്ത് പറഞ്ഞു? കുളിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. ആൾ കുളിച്ചു, ആൾ മരിച്ചു, ആ സ്വഹാബി മരണപ്പെട്ടു. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് എത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് പറഞ്ഞെന്തെന്നറിയോ? നിങ്ങൾ അയാളെ കൊന്നതാണ്. ശക്തമായ അസുഖമുള്ള സമയത്ത് അയാൾ തയമ്മും ചെയ്താൽ മതിയായിരുന്നു. സത്യത്തിൽ തയമ്മും ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ അവിടെ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എളുപ്പം പിടിക്കേണ്ടി വരും ആളുകൾക്ക്. ഇപ്പോൾ നിങ്ങൾക്ക് അസുഖമുള്ള സമയത്ത്, ഇപ്പോൾ യാത്രക്കാരന് ജമ്മു കസ്റാകുന്നത് പോലെ രോഗിയായ ആളുകൾ പിന്നെ വേറെ വിഷയങ്ങളിലൊക്കെ ചില എക്സ്ക്യൂസുകൾ, ഇളവുകൾ നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം മദ്ഹബ് പിൻപറ്റുമ്പോഴും 4 മദ്ഹബുകളിൽ നിന്ന് എളുപ്പമുള്ളത് മാത്രം ഫോളോ ചെയ്യാൻ പാടില്ല. അപ്പം നിങ്ങൾക്ക് ഹനഫി മദ്ഹബ് ആണെങ്കിൽ ഫോളോ ചെയ്യാം, പക്ഷെ ഹനഫി മദ്ഹബിൻ്റെ ഫോളോ ചെയ്യുന്നതിൻ്റെ കൃത്യമായ റൂൾസ് നിങ്ങൾക്ക് അറിയണം. നിങ്ങൾ ഹനഫി മദ്ഹബിൻ്റെ ഏതെങ്കിലും ഇപ്പോൾ ഭർത്താവിനെ തൊട്ടാ പോലും മുറിയെന്ന് ചോദിച്ചില്ലേ? ഭർത്താവിനെ തൊട്ടാ പോലും, എപ്പോഴാണ് എന്ത് ചോദിച്ചത്? ഭർത്താവിനെ തൊട്ടുകൊണ്ടേ ഇരിക്കണ്ട, എന്നാൽ കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചോദിച്ചു? അറിയാതെ തൊട്ടാൽ പോലും മുറിയുമെന്ന്. ഈ അറിയാതെ തൊടുന്ന വിഷയം തന്നെ ഷാഫി മദ്ഹബിൽ തന്നെ 4 അഭിപ്രായങ്ങളുണ്ട്. ഇപ്പൊ ഒരു ഭർത്താവും ഭാര്യയും ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നെടുത്ത് വന്നതിന് ശേഷം കൈ ഇങ്ങനെ തട്ടി, അപ്പോൾ ഒന്ന് മുറിയൂലേ? അതിൽ തന്നെ 4 അഭിപ്രായങ്ങളുണ്ട്. പ്രബലമായത് മുറിയുന്നു, രണ്ടാമത്തത്, മൂന്നാമത്തത്, നാലാമത്തെ, അങ്ങനെ അഭിപ്രായങ്ങൾ ഷാഫി മദ്ഹബിൽ തന്നെ ഉണ്ട്. ഇപ്പൊ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ ഹനഫി മദ്ഹബിന്റെ എടുത്തിട്ടല്ല, ഷാഫി മദ്ഹബ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടെ ഒന്നും മുറിയാത്ത രണ്ടാമത്തെ ഒരു അഭിപ്രായ പ്രകാരം ഒന്നും മുറിയില്ല, അറിയാതെ തൊട്ടാ പോലും മുറിയില്ല.
മനഃപൂർവ്വം തൊട്ടാൽ അല്ലെങ്കിൽ വൈകാരികമായി തൊട്ടാലേ ഒന്നും മുറിയൂ, അറിയാതെ തൊട്ടാൽ ഒന്നും മുറിയില്ല, അങ്ങനെ അഭിപ്രായമുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ പിന്നെ ആ ഒരു മസല ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ഉംറക്ക് പോകുന്നത്. പിന്നെ ഹനഫി മദ്ഹബിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടുത്തെ ഉളു ചെയ്യുന്ന സമയത്ത് തല മുഴുവനും തടവണം. ഒരു മദ്ഹബ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഹനഫി മദ്ഹബ് ഈസിയായ മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ മസല പൂർണ്ണമായിട്ട് നമ്മൾക്ക് അറിയണം. അറിയാതെ ഈസിയുള്ള കാര്യങ്ങൾ പോയിട്ട് ഫോളോ ചെയ്യാൻ പാടില്ല. ഓക്കെ.